5 മിനിറ്റ് മതി ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം, വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. സവാള ഒന്നും വഴറ്റിയെടുക്കാതെ ഉള്ളൊരു മുട്ടക്കറി. അതിനായിട്ട് ഇതാ കുക്കറിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ഒറ്റ വിസിലങ്ങ് വരുത്തിയെടുക്കാം കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതാ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ആ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അധിക സമയമൊന്നും വഴറ്റണ്ട, നമുക്ക് വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം. മുട്ട ഒന്ന് വരിഞ്ഞെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്നങ്ങ് 1 മിനിറ്റോളം ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. മുട്ടയിൽ ആ മസാല ഒക്കെ ഒന്ന് പിടിക്കുന്നവരെ നമുക്കൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഇതിനെ തിളപ്പിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അത്രേ വേണ്ടൂ. അപ്പം നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ കടുക്, ചെറിയുള്ളി, കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.